Orthographic projection and next question. Draw front view, top view, side view in first angle projection of the component whose isometric view is given below. അപ്പോൾ നമുക്ക് ഐസോമെട്രിക് വ്യൂ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ അതിൻ്റെ സൈഡ് വ്യൂ ആയിരിക്കും അല്ലേ, ഇതതിൻ്റെ ടോപ്പ് വ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റെഫറൻസ് ലൈനായ XY ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ ഈ ഡയറക്ഷനിലാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന സർഫസ് എന്ന് പറയുന്നത് ഇത്രയും സർഫസ് നമുക്ക് വ്യക്തമാണ്. ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. ദെൻ ഇതുവരെയുള്ള സർഫസ് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അതുപോലെ തന്നെ ഈ പോർഷനും നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? ഇത്രയല്ലേ നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഒബ്ജക്റ്റിൻ്റെ ഏത് സൈഡ് വ്യൂ ആണ് ഈ വരയ്ക്കേണ്ടത്? ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരച്ചത്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ എവിടെയാണ് വരയ്ക്കേണ്ടത്? നമ്മുടെ റെഫറൻസ് ലൈനായ XY ലൈൻ്റെ മുകളിലാണ്. ഓക്കെ, നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 78 ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാനുള്ള സ്പേസ് വിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. 78 ആണ്. 78. ഓക്കെ, 78 നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് നിങ്ങൾ നോക്കിയേ, ഇത് 12 ഉണ്ട്. ഓക്കെ, ഇത് മുതൽ ഇതുവരെ 27 ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ 12 ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 27 ഉണ്ട്. ഇതുവരെ അപ്പോൾ 27 ആയി. ഇനി നോക്കിയേ, ഇത് മുതൽ ഇതുവരെ ഒരു സെമി സർക്കിൾ അല്ലേ, കർവ് അല്ലേ വരുന്നത്, അതിൻ്റെ റേഡിയസ് 21 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുതൽ ഇതുവരെ 21 ആയിരിക്കും, ഇത് മുതൽ ഇതുവരെയും 21 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനി ഏതും കൂടെ ഉണ്ട്? 21 കൂടെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ എത്രയുണ്ട്? 60 ഉണ്ടല്ലേ. 12, 27, 21 കൂടെ ചേർത്ത് എത്രയായി? 60 ആയി. ആ 60 നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ്. ടോട്ടൽ 60 എന്നുള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അതിൽ തന്നെ ഇത് എത്രയാണ്? 12 കൂടി നമ്മൾ മാർക്ക് ചെയ്യുകയാണ് അല്ലേ. 12 മാർക്ക് ചെയ്തു. നോക്കി, നമ്മൾ ഇവിടെ 12 മാർക്ക് ചെയ്തു, ഇവിടെയും 12 മാർക്ക് ചെയ്തു, ദെൻ ഇത്രയും മാർക്ക് ചെയ്തു. ഇത്രയും പോർഷനായി അല്ലേ. ഇവിടെ നിന്ന് എത്രയാണ് മാറേണ്ടത്? 12 മാറണം അല്ലേ. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ചരിഞ്ഞ പ്രതലമായിട്ട് തോന്നുന്നില്ല, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തോന്നും. അതിന് നമ്മൾ എത്ര മാർക്ക് ചെയ്യണം? 12 മാർക്ക് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നോക്കിയേ, ഈ പോർഷൻ്റെ ഹൈറ്റ് എത്രയാണ്? ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 42 ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ 42 എടുക്കുക. അതായത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എത്ര എടുക്കുക? 42 എടുത്ത് അവിടെ എന്ത് ചെയ്യുക? ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ദെൻ ആ പോയിന്റിൽ നിന്ന് ഇതുവരെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ കണ്ട സർഫസും മനസ്സിലായി. ശരിയല്ലേ? ഇത് തന്നെയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മൾ ഇത്രയല്ലേ കാണുന്നത്. ഇനി നോക്കിയേ, ഇനി ടോപ്പ് വ്യൂ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. മുകളിൽ നോക്കുന്ന വ്യൂ ആണ്. നമുക്ക് ഈ സർഫസ് കാണാൻ കഴിയും അല്ലേ. ഇത് കർവ് പോർഷനായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, സ്ട്രെയിറ്റ് ആയിട്ടേ കാണാൻ കഴിയൂ. അതായത് ഇതിൻ്റെ വിഡ്ത്ത് വൈസിൽ നമുക്ക് അത്രയും പോർഷൻ കാണാൻ കഴിയും. ദെൻ ഈ സർഫസ് നമുക്ക് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ സർഫസ് വ്യക്തമാണ്. അതുപോലെ ഇത്രയും സർഫസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയും. ശരിയല്ലേ? അപ്പോൾ ഇത്രയും പോർഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ച ലൈനിൽ നിന്ന് പ്രൊജക്ടർ ലൈൻസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പ്രൊജക്ടർ ലൈൻ വരച്ചു. അതിനുശേഷം ഇത് മുതൽ ഇതുവരെയുള്ള ലൈൻ വരച്ചു. ദെൻ ടോട്ടൽ ഇതിൻ്റെ വിഡ്ത്ത് എത്രയുണ്ട്? 12 + 18 + 12 അല്ലേ. 12 + 18 + 12 എത്ര വരും? 42 വരും. അപ്പോൾ നമ്മൾ ആ 42 ഇത് മുതൽ ഇതുവരെ മാർക്ക് ചെയ്തു. ദെൻ ഇവിടെയും അതുപോലെ നമ്മുടെ ആ 78 എന്ന് പറയുന്ന പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇവിടെയും ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് മുമ്പേ നോക്കണം ഇതെത്രയാണ്. ഇത് മുതൽ ഇതുവരെ
12 മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ 12 മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെയും ഇത് മുതൽ ഇതുവരെ 12 മാർക്ക് ചെയ്യുക. ദെൻ ഈ പോർഷനിൽ എത്ര മാർക്ക് ചെയ്യുക? ഇത് മുതൽ ഇതുവരെ 12 മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ വരേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ടോപ്പ് വ്യൂവിൽ നമുക്കത് റൈസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് മാർക്ക് ചെയ്യാം. ദെൻ ഈ 2 പോയിൻ്റ് കൂടെ മീറ്റ് ചെയ്ത് ലൈൻ മേക്ക് ചെയ്താൽ മതി അല്ലേ. ശരിയല്ലേ? ഇത്രയാണല്ലോ അതിൻ്റെ ഇവിടെ നിന്നുള്ള ടോപ്പ് വ്യൂ. ദെൻ ഇത് നമുക്ക് മാർക്ക് ചെയ്യാലോ. ഇങ്ങനെയാണല്ലോ ഈ കർവ്ഡ് സർഫസ് നമ്മൾ മുകളിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നത്. ശരിയാണ്. ഇനി നമുക്ക് ഏതാ വരയ്ക്കേണ്ടത്? ഈ പോർഷനാണ് വരയ്ക്കേണ്ടത്. ഇത് ടോട്ടൽ എന്ന് പറയുന്നത് 18 ഉണ്ട്. അതിൻ്റെ മിഡിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയായിരിക്കും? 9 ആയിരിക്കും അല്ലേ. ആ 9 നമ്മൾ മാർക്ക് ചെയ്തു. ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 12 ആണ്. അപ്പോൾ 9ൻ്റെ ഒരു സൈഡിലേക്ക് 6ഉം അടുത്ത സൈഡിലേക്ക് 6ഉം നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 12 കിട്ടും. ദെൻ അതെന്ത് ചെയ്യുന്നു? ഇതിലേക്ക് വരയ്ക്കുന്നു അല്ലേ. ആ പോയിന്റിലും ഇതുപോലെ തന്നെ ഇവിടെ വരയ്ക്കുന്നു. ഇത് തന്നെയാണല്ലോ ഇതിൻ്റെ ടോപ്പ് വ്യൂ. നോക്കിയേ, ഈ കർവ്ഡ് സർഫസായി, ഇത് ഇത്രയും സർഫസായി, പിന്നെ ഈ 2 സൈഡിൽ കാണുന്ന സർഫസായി. ഓക്കെ, ഇനി എന്താ വരയ്ക്കേണ്ടതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ്. ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ എവിടെ വരച്ചു? അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ആ സൈഡ് വ്യൂ നോക്കുന്ന ഡയറക്ഷൻ ഏതാണ്? ഇതാണ്. നമ്മൾ കാണുന്ന സർഫസ് എന്ന് പറയുന്നത് ഈ സർഫസ് കാണാൻ കഴിയും, ഈ സർഫസ് കാണാൻ കഴിയും, ഇവിടെ വരുന്ന ഈ സർഫസ് കാണാൻ കഴിയും, അതുപോലെ ഈ സർഫസ് ഇത്രയും കാണാൻ കഴിയും. ശരിയല്ലേ? ദെൻ ഇത്രയും സർഫസ് കാണാൻ കഴിയും. ഓക്കെ, ഇത്രയും സർഫസാണ് നമുക്ക് ഇതിൻ്റെ സൈഡ് വ്യൂവിൽ കാണാൻ കഴിയുന്നത്. അത് വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വ്യൂവിൽ നിന്നുള്ള ലൈൻസ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ പ്രൊജക്റ്റഡ് ലൈൻസ് എല്ലാം വരച്ചു. ഇത് മുതൽ ഇതുവരെ 42 ഉണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ആ ഹൈറ്റ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പേ നോക്കിയേ, ഇതൊരു 12 mm ഉണ്ട്. അത് അതുപോലെ തന്നെ അവിടെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നോക്കിയേ, ഇത് മുതൽ ഇതുവരെ 12, ഇത് 18, ഇത് 12 അല്ലേ. അത് നമുക്ക് മാർക്ക് ചെയ്യാം. 12, ആ 2 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ 18 ഉണ്ട്. 18ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 9 മാർക്ക് ചെയ്യണം അല്ലേ. ഈ 9 മാർക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു സെൻട്രൽ ലൈൻ ജസ്റ്റ് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളെ സെൻറ്റർ പോയിന്റ്. കാര്യം നമുക്ക് ഈ കർവ് വരയ്ക്കാനാണ്. ഇനി നോക്കിയേ, ഇവിടെ നിന്ന് ഇതുവരെ 27 ആണല്ലേ. ആ 27 വെച്ചുകൊണ്ടാണ് നമ്മൾ കർവ് വരയ്ക്കേണ്ടത്. അപ്പോൾ 27ൻ്റെ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇവിടെ വെച്ചുകൊണ്ട് റേഡിയസ് 21 എടുത്തുകൊണ്ട് നമ്മൾ കോമ്പസിൽ റേഡിയസ് 21 എടുത്തുകൊണ്ട് നമ്മൾ ഈ കർവ് വരയ്ക്കണം. ഓക്കെ, നമ്മൾ റേഡിയസ് 21 എടുത്തുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഒരു സെമി സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇനി എന്താണ്? ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യിപ്പിക്കുക. അതായത് നമ്മളിവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ മാർക്ക് ചെയ്യുക. ദെൻ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യിപ്പിക്കുക. ഇവിടെയും അതുപോലെ മീറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇത് തന്നെയാണല്ലോ അതിൻ്റെ സൈഡ് വ്യൂ. ഇനി നോക്കിയേ, ഈ ഒരു സർഫസ് കൂടെ വരയ്ക്കണ്ടേ. ഈ ഒരു സർഫസ് ഇവിടെ നിന്ന് സ്വല്പം താന്നല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇത് എത്ര പോയിന്റ് മാറിയാണ് നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇത് മുതൽ 42 മുകളിലേക്ക് എടുക്കുക. ഇത് മുതൽ 42 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മുകളിലേക്ക് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഇത്
ട്രേസ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇത് 12 ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 6ഉം ഇങ്ങോട്ട് 6ഉം മാർക്ക് ചെയ്തു, ഇങ്ങോട്ട് 6ഉം മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെയും അതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നു. ടോട്ടൽ 12. ഈ പോയിൻറ്റും ഇതും കൂടി മീറ്റ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ ഈ പോയിൻ്റ് ഇതും കൂടി. ശരിയല്ലേ? ഇത്ര തന്നെയാണല്ലോ നമുക്കിതിൻ്റെ സൈഡ് വ്യൂ കാണുന്നത്. ഈ സർഫസ്, ദെൻ ഇത്രയും സർഫസ്, ദെൻ ഈ കാണുന്ന പോർഷൻ. ശരിയല്ലേ? ഇനി എന്ത് ചെയ്യുക? ഡയമെൻഷൻ ചെയ്യുക. ലാസ്റ്റ് എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ഡയമെൻഷൻ ചെയ്യുക. ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ എല്ലാം മാർക്ക് ചെയ്യുക. ഓക്കെ.